ഏതാ മാങ്ങ? ഹലോ ഗൈസ്, നമ്മളിന്നിവിടെ അടുത്തുള്ളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പോൾ സാധാരണ എല്ലാ വർഷവും പോകുന്ന പോലെ തന്നെ ഇവിടെ അടുത്തൊരു മാവുന്തോട്ടത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അപ്രതീക്ഷിതമായിട്ട് മഴയൊക്കെ പെയ്തിട്ടുള്ളതുകൊണ്ട് എങ്ങനെ ഉണ്ടാവും മാങ്ങാന്നൊന്നും അറിയത്തില്ല. എങ്കിൽ നമുക്ക് പോയി നോക്കിയാലോ. ചെന്നൈ പോണ്ടിച്ചേരി റൂട്ടിലാണ് കേട്ടോ ഈ ഒരു മാവുന്തോട്ടം വരുന്നത്. നമ്മളിപ്പോൾ 2-3 കൊല്ലമായിട്ട് ഇവിടെ നിന്നാണ് സ്ഥിരം വാങ്ങാറ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മാവുന്തോട്ടങ്ങളുണ്ട്. അപ്പോൾ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവരങ്ങനെ വിൽക്കാനായിട്ടൊക്കെ മാങ്ങ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളേതായാലും ചെന്നിട്ടും തോട്ടത്തിലേക്കൊന്ന് കയറുകയാണ്. നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ പറിച്ചോളാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തോട്ടത്തിൽ പോയി നോക്കിയാലോ. ഇവരുടെ തോട്ടത്തിൽ സിന്ദൂര, അൽഫോൻസ, നീലം, റുമാനി, ഇമാം ബസന്ത്, ബംഗൻപള്ളി, തോത്താപ്പൂരി, കാലാപാനി, നീലം തുടങ്ങിയ മാങ്ങകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഏതെങ്കിലും പേരറിയാത്തുണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഇതിൽ ചിലതൊന്നും നമുക്ക് കണ്ടാൽ അറിയില്ല. സിന്ദൂര ചുവന്നിരിക്കുന്നതുകൊണ്ട് അതെനിക്ക് ഏതായാലും കണ്ടാൽ അറിയാം. ചുവന്ന കളർ കണ്ടിട്ട് ഇതൊക്കെ സിന്ദൂരയാന്ന് തോന്നുന്നു. നല്ല രസമുണ്ടല്ലേ. പട്ടി കിടന്ന് ശല്യം ഉണ്ടാക്കുക കേട്ടോ. ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അവർക്ക് അവിടെ ഒരാൾ നമ്മളെ കണ്ടപ്പം മുതൽ ബഹളമാണ്. ഇവിടെ ഇങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. തോട്ടത്തിലൊക്കെ പ്രൊട്ടക്ഷൻ നടക്കുന്ന കുറേ പേരുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ നായകളും അതിൻ്റെ കുട്ടികളും പശുവും കോഴിയും അങ്ങനെ തുടങ്ങി കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഓരോ തവണ വരുമ്പോൾ പുതിയ പുതിയ ആൾക്കാരെ ഇതിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കാണുമ്പോഴേക്കും അവർ കിടന്ന് കുറച്ച് ബഹളം ഉണ്ടാക്കുകയാണ്. ഇവിടുത്തെ കാവൽക്കാരാണ് കേട്ടോ അവരൊക്കെ. ബംഗനപള്ളിയോ? അത് പറിച്ചു വെച്ചിട്ട് പഠിപ്പിക്കല്ലേ. ഇതൊക്കെ ബംഗനപള്ളി. ആ താഴെ കിടക്കണ മാങ്ങ നല്ലതാ. അയ്യോ കൊത്തിയതാ. ഒരു കുറേ പറിച്ചു തോന്നിട്ടോ. ഒക്കെ കാണുന്നത് സിന്ദൂരയാണ്. ഏത്? എനിക്കൊരു ഫോട്ടോ വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ ഹൈറ്റിന് പറ്റിയൊരു കൊല അന്വേഷിച്ച് നടക്കുകയാണ്. കണ്ടെത്തി. നല്ലൊരു കൊല. എന്ത് രസമല്ലേ ചുവന്ന കളറ് കാണാനായിട്ട്. എവിടെ പോയാലും എന്ത് കണ്ടാലും അതിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ വീഡിയോ എടുക്കൽ എനിക്ക് മസ്റ്റാണ്. അപ്പോൾ പിന്നെ മാവുന്തോട്ടത്തിൽ വരുമ്പോഴത്തെ കാര്യം പറയണല്ലോ. അങ്ങനെ മാങ്ങയുടെ കൂടെ ഒക്കെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ കേട്ടോ. ഈ മാങ്ങയുടെ പേര് സത്യം പറഞ്ഞാൽ എന്താണെന്നല്ല, അവരിങ്ങനെ പറയുമ്പോഴാണ് ഓരോന്ന് തന്നെ മനസ്സിലാവുന്നത്. കൂണാണത്. ഞാൻ കരുതി മാങ്ങ പഴുത്ത് വീണിട്ട് എന്തോ ചുങ്ങിയിരിക്കുന്നു. കൂണ് ഇന്നലത്തെ മഴയിലുണ്ടായതാ. ഞാൻ അതിട്ടാണ് ഈ കളറിലുള്ളത്. ആ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ മാവുന്തോട്ടം കേട്ടോ. ചിലതിലൊന്നും മാങ്ങ ഇല്ലല്ലോ. പറിച്ചു. ഇമാം ബസന്തൊക്കെ പറിച്ചു. സിന്ദൂരാണ് അധികം ഉള്ളത്. എൻ്റെ ഹൈറ്റിലുള്ളൊരു മാവ് കേട്ടോ. ഇത് മാങ്ങ നിലത്ത് മുട്ടിയിരിക്കുകയാണ്. ഒരു കൊലയുടെ അടുത്തെത്തി. കുഞ്ഞു മാങ്ങ അല്ലേ. നോക്കട്ടെ ഏതാ മാങ്ങ. ഒരു കേടുമില്ല, കൊഴിഞ്ഞു വിളിക്കാം. അധികം സിന്ദൂര തന്നെയാണ്. കുറേ വീണ് കിടക്കുന്നുണ്ട്. അതിനൊരു കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ലാത്തൊക്കെ എന്തെങ്കിലും കൊഴിഞ്ഞു വീഴുന്നാവോ. നല്ലതാണോ അത്? എടുത്ത് നോക്കിക്കേ. നല്ലതാ. ഇതെടുത്ത് തോത്താപ്പൂരി. പുളിപ്പ് കുറവായിരിക്കും. തത്തമ്മയുടെ ചുണ്ടൊക്കെ പോലെ. നല്ല രസമുണ്ടല്ലേ. ചെറിയ ചുവപ്പ് കളറുണ്ട്. പക്ഷേ മറ്റുള്ള മാങ്ങകളെ അപേക്ഷിച്ച് ഇതിന് ടേസ്റ്റ് ഇച്ചിരി കുറവാണെന്നാണ് എൻ്റെ ഒരു ഇത്. തോട്ടത്തിൽ വരുമ്പോൾ
എന്തോരം മാങ്ങ ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ പൊഴിഞ്ഞ് കിടക്കുന്നതെന്ന്. ചിലതൊന്നും ഒരു കേടുമില്ല കേട്ടോ, പക്ഷേങ്കിൽ അവർ വിൽക്കാൻ വേണ്ടി എന്തായാലും ഇതൊന്നും എടുക്കരുത്. എത്ര തവണ വന്നാലും ആദ്യമായിട്ട് വരുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ എനിക്ക്. അങ്ങനെ മാവുന്തോട്ടത്തിലൊക്കെ കറങ്ങി നടക്കുകയല്ലാതെ നമ്മൾ ഏതായാലും മാങ്ങയൊന്നും പറിച്ചില്ല. കാരണം നമുക്കിതൊന്നും കണ്ടാൽ അറിയില്ല ഏതാണ് നന്നായിട്ട് പഴുത്തത് എന്നൊക്കെ. അപ്പോൾ അതിനേതായാലും അവരോട് പറയാം, അവരെ കൊണ്ട് പറപ്പിക്കാൻ നേരത്തെ നമ്മൾ പിന്നെ ഫ്രണ്ടിലോട്ട് നിന്നിട്ടാ. ഇവിടുത്തെ പട്ടിയും പട്ടിക്കുട്ടികളൊക്കെ തന്നെ മാമ്പഴം കഴിക്കുന്നത് എനിക്ക് വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നാറ് കേട്ടോ. ഒരു ചെറുപ്പം മുതൽ തന്നെ ഇത് കഴിച്ചങ്ങ് ശീലിച്ചു. അപ്പോൾ ഇവിടെയാണ് ഈ പെട്ടികൾക്കകത്തൊക്കെയാണ് ഇവർ ഈ മാമസത്തൊക്കെ പറിച്ചിട്ട് പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് ഏതാ മാങ്ങ? സിന്ദൂര. നമുക്ക് കഴിച്ചു നോക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. സിന്ദൂരാണ്. ഇവിടെ നമ്മൾ മാങ്ങ വാങ്ങുമ്പോൾ നമുക്ക് അവർ മാങ്ങയൊക്കെ മുറിച്ച് തരും കേട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി എന്നാണ് അവർ പറയാറ്. മാങ്ങ എങ്ങനെയുണ്ട്? ഏത് രസം? സിന്ദൂര ഒട്ടും കൊള്ളില്ല. മധുരമുണ്ടോ? മാമ്പഴം നീട്ടി പിടിച്ച് നിൽക്കുന്നുണ്ട്. പശുവിന് കൊടുക്കാനെന്ന് കരുതി വന്നതാണ് കേട്ടോ ആ കണ്ടത്. നമ്മളങ്ങനെ മാങ്ങ പറിച്ചെടുക്കാണ്ടി പോകട്ടോ. അപ്പോൾ ഇവിടുത്തെ പയ്യൻ വരുന്നുണ്ട് പറിച്ചെടുക്കാനായിട്ട്. നമ്മളോട് പറിക്കാൻ പറഞ്ഞു, പക്ഷേങ്കിൽ നമുക്ക് നല്ലതൊന്നും കണ്ടാൽ അങ്ങനെ അറിയില്ലല്ലോ. ഇതിന് എക്സ്പേർട്ടുള്ളവർ തന്നെയാണ് അത് ചെയ്യാൻ നല്ലത്. മാങ്ങ കണ്ടു, മാങ്ങയുടെ കൂടെ ഫോട്ടോ എടുത്തു. ഇനി തോട്ടി കണ്ടു, എനിക്ക് തോട്ടിയുടെ കൂടെ വീഡിയോ എടുക്കണം, തോട്ടി കൊണ്ട് മാങ്ങ പറിക്കണം. അങ്ങനെ പറിക്കലാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരും ഏത് മാങ്ങയാണ്, അതാണ് ഞാൻ പറിക്കുന്നത്. അല്ലാതെ അപ്പോൾ എനിക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ലല്ലോ. ഇതിന് മുന്നേ പറിച്ചൊക്കെ തന്നെ ക്യാമറ ഓണാക്കാതെ ഫോൺ പിടിച്ചുകൊണ്ട് തന്നെ കെട്ടിയതായതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ തോട്ടി കൊണ്ട് മാങ്ങ പറിച്ചു. പിന്നെ ഒരു പച്ചമാങ്ങ ഉപ്പും മുളകും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സിന്ദൂരിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ അങ്ങനെ കുറച്ച് സിന്ദൂരയും ബംഗൻപള്ളിയൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ മാമസത്തൊക്കെ പഴുക്കുന്ന സമയമാകുമ്പോഴേക്ക് വന്ന് വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ച് പോകാൻ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.